സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 100 മീറ്ററിലെ വേഗമേറിയ താരങ്ങളെ ഇന്നറിയാം. MS ഹരീഷൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വേഗമേറിയ താരങ്ങളെ അറിയുന്ന ദിവസമാണ്, ആവേശോജ്വലമായ മത്സരങ്ങളുടെ ദിവസമാണ്. അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മഴ രസം കൊല്ലിയാവുന്നുണ്ടോ? ഇല്ല ആര്യ, മഴ രസംകൊല്ലി ആവുന്നില്ല. സ്വാഭാവികമായിട്ടും മഴ ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണല്ലോ ഇത്. എന്തായാലും പാലക്കാട് ട്രാക്ക് തീപിടിപ്പിക്കുകയാണ്. പാലക്കാട് തന്നെയാണ് 3000 മീറ്റർ സീനിയർ വിഭാഗം പെൺകുട്ടികളിലും പാലക്കാട് നേടിക്കൊണ്ടു പോയെങ്കിൽ ഇത്തവണ പാലക്കാട് സീനിയർ വിഭാഗം 3000 മീറ്ററിൽ പാലക്കാട് കൊണ്ടുപോകുന്നത് സ്വർണവും വെള്ളിയും കൂടിയാണ്. രണ്ടും ഒരേ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ് ജഗന്നാഥനും മുഹമ്മദ് ഷബീറും. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് ആദ്യം പോകണം. രണ്ടുപേർക്കും കൺഗ്രാറ്റുലേഷൻസ്. എങ്ങനെയുണ്ടായിരുന്നു ട്രാക്കിലെ പെർഫോമൻസ്? കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല കാലാവസ്ഥയായിരുന്നു, ഓടാൻ പറ്റി. എന്തായാലും കോമ്പറ്റീഷൻ ആയിട്ട് ഓടിയത്, ഗോൾഡും സിൽവറും വരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. തീരുമാനിച്ചുറപ്പിച്ചാണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഓടിയത്, ഗോൾഡും സിൽവറും രണ്ടാളും എടുക്കണമെന്ന്. അതുപോലെ സാധിച്ചു. ഇടതുവശത്തേക്കുന്നതാണ് ജഗന്നാഥൻ, വലതുവശത്തേക്കുന്നതാണ് മുഹമ്മദ് ഷബീർ. ഞാൻ പ്രഷർക്ക് ഒന്നുകൂടെ ക്ലിയർ ആക്കുകയാണ്. ഷബീർ, എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയതുപോലെ ഉണ്ടായിരുന്നു ട്രാക്കിൽ പറയുന്നത്? അതുകൊണ്ട് ഞാൻ നേരത്തെ ഒന്നില്ലേ ഫസ്റ്റ് ആണ്, അല്ലെങ്കിൽ സെക്കൻഡ്, ഫസ്റ്റ് എനിക്ക് അങ്ങനെ തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ അന്ന് തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു മെഡൽ വരുന്നുള്ളതിൽ. നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻ എങ്ങനെയുണ്ടായിരുന്നു? എത്ര നാള് നീണ്ടു നിൽക്കുന്നതായിരുന്നു? എത്ര മാസമായിട്ട്? ഇങ്ങനെ മനസ്സിലായില്ല. പ്രാക്ടീസ് സെഷൻ ഇതിനു വേണ്ടിയിട്ട്, ഈ ഒരു 3000 മീറ്ററിന് വേണ്ടി പ്രത്യേകം അവര് തുടങ്ങിയ കാലം മുതൽ തന്നെ ലോങ് ഡിസ്റ്റൻസിലേക്ക് തന്നെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ അതെ. കഴിഞ്ഞ വർഷം ജഗന്നാഥൻ ജൂനിയർ ബോയ്സിൽ 3000 ഫസ്റ്റ് ആയിരുന്നു. ഇപ്പൊ സീനിയറിൽ ഈ വർഷം സീനിയറാണ്. അപ്പൊ ഈ വർഷം ഫസ്റ്റ് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഷബീർ ഇത് ലാസ്റ്റ് സ്കൂൾ മീറ്റ് ആണ്. അതിലൊരു മെഡൽ കിട്ടിയത് തന്നെ വളരെ സന്തോഷം. കാരണം 4 വർഷമായി ഷബീർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എങ്ങനെയായിരുന്നു ഈ കാണുന്നത്, ഇവരുടെ ഒരു പ്രകടനം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇന്നത്തെ പെർഫോമൻസ് പ്രത്യേകം എടുത്ത് നോക്കുക? കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈം കുറച്ചും കൂടി ബെറ്റർ ആയി ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ കിട്ടിയിട്ട് നിരാശയുണ്ട് കേട്ടോ. ടൈം അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു സ്റ്റേറ്റ് മീറ്റിന് വരുന്ന സമയത്ത് നല്ല കോമ്പറ്റീഷൻ കിട്ടുമ്പോൾ കുറച്ചും കൂടി ടൈം ബെറ്റർ ആവുന്ന രീതിയിലേക്ക് വരുമായിരുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ റെക്കോർഡ് 9:37 എനിക്ക് നോക്കിയപ്പോൾ 8:42 കിട്ടിയത്. 8:47 പിന്നെ കിട്ടിയിരിക്കുന്നത്. അല്ല സോറി, എത്ര 37 അല്ലേ? 37 റെക്കോർഡ് കിടക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ചെയ്താണെങ്കിൽ അത് നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അതിൽ നിരാശയൊന്നുമില്ല. കാരണം നമുക്ക് മെഡൽ പ്രതീക്ഷയോടുകൂടി കിട്ടിയതിൽ വളരെ സന്തോഷം. അവരുടെ ഹാർഡ് വർക്കിന് അവർക്ക് മെഡൽ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ അവർക്ക് രക്ഷിതാക്കൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള മാനേജ്മെന്റ്, സ്റ്റാഫ്, PTA എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ നേട്ടം എത്താൻ കഴിഞ്ഞത്. ഇനി ഏതെങ്കിലും ഇനി ക്രോസ് കൺട്രി ഉണ്ട് അവസാന ദിവസം. 1500 ഉണ്ട്, ക്രോസ് കൺട്രി ഉണ്ട്. രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. തകർക്ക് പൊളിക്ക്. ഓക്കെ, അത് തന്നെയാണ്. അങ്ങനെ പാലക്കാടിന്റെ ഒരു തേരോട്ടം ട്രാക്ക് അവർ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 3000 മീറ്റർ സീനിയർ വിഭാഗം പെൺകുട്ടികളിൽ സ്വർണം നേടിയത് ഇനിയാണ് പാലക്കാട് നിന്നും. ഇനിയ സബ് ജൂനിയർ വിഭാഗത്തിൽ മത്സരിക്കേണ്ടതാണ്. കാരണം എട്ടാം ക്ലാസ്സിലാണ് ഇനിയ പഠിക്കുന്നത്. പക്ഷേ ഇനിയ മത്സരിച്ചത് സീനിയർ വിഭാഗത്തിലാണ്. ആ സീനിയർ വിഭാഗത്തിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇനിയ സ്വർണ്ണ മെഡൽ നേടുകയും ചെയ്തത്. പാലക്കാട് അങ്ങനെ അവരുടെ ട്രാക്കിലുള്ള അവരുടെ തീ അവർ ആളിപ്പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 2 ഇവന്റുകളിലും സ്വർണം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ 3000 മീറ്റർ പെൺകുട്ടികളുടെ ജൂനിയർ വിഭാഗം മത്സരങ്ങൾ ആണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതും പാലക്കാട് വീണ്ടും കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് ആര്യ. എന്തായാലും മഴയൊന്നും ഇതിന്റെ ഒരു ആവേശം കെടുത്തുന്നില്ല. വളരെ രസകരമായ രീതിയിൽ തന്നെ മത്സരം നടക്കുന്നുണ്ട്. വളരെ ആവേശകരമായ രീതിയിൽ തന്നെയാണ് മത്സരം നിലവിൽ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരി ഇപ്പോൾ പാലക്കാടിന്റെ തേരോട്ടത്തെ കുറിച്ച് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു പോയിന്റ് ലിസ്റ്റിൽ ഇതുവരെ ഇന്നിപ്പോൾ ആരംഭിച്ച മത്സരങ്ങളുടെ പോയിന്റ് നില പരിശോധിച്ചിട്ടുണ്ടോ? അത് കണക്കാക്കപ്പെട്ടിട്ടല്ല. ഇന്നലെ വരെ നോക്കുമ്പോൾ തിരുവനന്തപുരമായിരുന്നു പട്ടികയിൽ ഒന്നാമത് അല്ലെ? ഇപ്പോൾ ആ നിലയിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല ആര്യ, കാരണം തിരുവനന്തപുരം ബഹുദൂരം മുന്നിലാണ്. കാരണം ഇപ്പോൾ നിലവിൽ നമ്മൾ പോയിന്റ് പട്ടികയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 668 പോയിന്റുമായിട്ടാണ് തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. കണ്ണൂര് 388 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ, രണ്ട് ജില്ലകളും തമ്മിലുള്ള പോയിന്റ് ഡിഫറൻസ് തന്നെ ഏകദേശം 300-നടുത്ത് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം ബഹുദൂരം മുന്നിലാണ്. കൊച്ചിയിൽ എങ്ങനെയാണോ തിരുവനന്തപുരം അവരുടെ മീറ്റ് അവസാനിപ്പിച്ചത്, അതേ തേരോട്ടം തന്നെ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികളുടെ ഗെയിംസും ബാക്കി കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഗെയിംസിലും നീന്തലിലും തിരുവനന്തപുരം
തിരുവനന്തപുരത്തെ സർവാധിപത്യമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ആദ്യ ദിനത്തിൽ തിരുവനന്തപുരത്തിന് കൃത്യമായിട്ട് അവരുടെ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു. പക്ഷേ പാലക്കാട് ട്രാക്കിന് പേര് കെട്ട ജില്ലയാണ്. ട്രാക്ക് ഉണ്ടെങ്കിൽ അത് പാലക്കാടിനാണ് എന്നുള്ളത് തന്നെ നമുക്ക് വർഷങ്ങളായിട്ടുള്ള കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ കൂടി ട്രാക്കിലൂടെ പാലക്കാട് അങ്ങ് കയറി പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതൊന്നുമല്ല. അതിന് ഏറ്റവും വലിയ തുടക്കം തന്നെയാണ് രണ്ടാം ദിനത്തിൽ സംഭവിച്ചിരിക്കുന്നത്. 3000 മീറ്റർ സീനിയർ വിഭാഗം പെൺകുട്ടികളും ആൺകുട്ടികളുടെയും അത് രണ്ടും സ്വർണം പാലക്കാട് നേടുന്നു. സീനിയർ വിഭാഗം ആൺകുട്ടികളിൽ വെള്ളിയും പാലക്കാട് നേടുന്നു. അതും മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ആൺകുട്ടികളിൽ സ്വർണവും വെള്ളിയും നേടുന്നത്. ഒരേ സ്കൂളിലേക്കാണ്, പാലക്കാടിലെ ഒരേ സ്കൂൾ മുണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് തന്നെയാണ് സ്വർണവും വെള്ളിയും പോകുന്നത് എന്നുള്ള പ്രത്യേകതയും കൂടിയുണ്ട്. അത് കൃത്യമായിട്ട് അവർ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തീരുമാനിച്ച് ഉറപ്പിച്ച് അവർ ഇറങ്ങിയതാണ്. എന്നാലും റെക്കോർഡ് ടൈം ഫിനിഷ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ വിഷമം അവരുടെ അധ്യാപകർ ഉണ്ടെങ്കിൽ പോലും സ്വർണവും വെള്ളിയും പാലക്കാട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ട്രാക്കിൽ പാലക്കാട് വിസ്മയം തീർക്കും. അത് ഇത്തവണയും ഒരു മാറ്റവും ഉണ്ടാവാതെ തന്നെ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിന്റെ ആദ്യത്തെ തിരികൊളുത്തുകയാണ് പാലക്കാട് ആദ്യത്തെ 2 ഇനങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും. ഇന്നത്തെ ഹൈലൈറ്റ് ഈ 100 മീറ്റർ അടക്കമുള്ള മത്സരമായിരിക്കും അല്ലേ? തീർച്ചയായും അറിയാം. വേഗതയേറിയവൻ ആരാണ്, വേഗതയേറിയ വ്യക്തി ആരാണ് എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കാരണം കൃത്യമായി നമുക്ക് ഇന്ന് അത്ലറ്റിക്സ് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റിംഗ് ഇവന്റ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഓട്ടക്കാരികളും ഒക്കെ ആരാണ്, വേഗത്തിൽ ആര് ഫിനിഷ് ചെയ്യും, എത്ര സമയം റെക്കോർഡ് തീർക്കുമോ തുടങ്ങിയ നിരവധി കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. 3000 മീറ്ററാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി റിലേ നടക്കാനുണ്ട്, 100 മീറ്റർ നടക്കാനുണ്ട്. അങ്ങനെ 10 ഇനങ്ങളാണ് ഇന്ന് നടക്കാനുള്ളത്. ആ 10 ഇനങ്ങളുടെ ഫൈനൽ ഇന്ന് നടക്കും. അങ്ങനെ പല വിഭാഗങ്ങളിലും ഇന്ന് അത്ലറ്റിക്സ് നടത്തുമ്പോഴേക്കും പാലക്കാട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ എങ്ങനെയാണോ പാലക്കാട് ട്രാക്കിൽ അവരുടെ ഒരു ആധിപത്യം തുടരും എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ തന്നെ എങ്ങനെയായിരുന്നോ പാലക്കാട് മുന്നേറ്റം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നത് പോലെ തന്നെയാണ് അവരുടെ തുടക്കം. ആ തുടക്കം വീണ്ടും തുടരുമെന്ന കാര്യത്തിലും മാത്രമാണ് ഇനി തർക്കമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അറിയേണ്ടതുണ്ട്. ഏതായാലും ആവേശകരമായ തുടക്കം തന്നെയാണ് നടന്നിരിക്കുന്നത്. മഴ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ രസകൊല്ലിയാകുന്നില്ല. കാരണം ഇപ്പോൾ മഴ പെയ്യുന്നില്ല. കാലാവസ്ഥ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ പോലും ട്രാക്കിൽ ഇപ്പൊ സിന്തറ്റിക് ട്രാക്കാണ്, കുറച്ച് നനഞ്ഞിരിക്കുകയാണ്. പ്ലെയേഴ്സിനെ കാര്യമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നത് വേണം മനസ്സിലാക്കാൻ. എന്നാൽ പോലും ഇന്നത്തെ ദിവസം വളരെയധികം പ്രത്യേകതയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടുന്നത് എന്നുള്ളത് ഇന്ന് അറിയാം. മീറ്റിലെ വേഗമേറിയ താരങ്ങളെ അറിയാനുള്ള ഒരു സമയം കൂടിയാണ് ഇന്ന്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. 2ാം സ്ഥാനത്ത് കണ്ണൂർ നിൽക്കുന്നു. ബഹുദൂരം മുന്നിൽ തന്നെയാണ് തിരുവനന്തപുരം. തീർച്ചയായും ബഹുദൂരം മുന്നിലാണ് തിരുവനന്തപുരം എന്തായാലും പോയിന്റ് പട്ടികയിലുള്ളത്. പക്ഷേ പാലക്കാട് മുൻപേ ട്രാക്കിനെ തീപിടിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. 2 പാലക്കാട്ട് നിന്നുള്ള മിടുക്കന്മാരെ നമ്മൾ പരിചയപ്പെട്ടു. എന്തായാലും വേഗമേറിയ താരങ്ങളെ ഇന്നറിയാം. മുൻപുണ്ടായിരുന്ന റെക്കോർഡുകളൊക്കെ അവർ ഭേദിക്കുമോ, പുതിയ ചരിത്രം സൃഷ്ടിക്കുമോ എന്നൊക്കെ അറിയുന്ന വളരെ ആവേശോജ്വലമായ മത്സരങ്ങൾ നടക്കുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് വരും മണിക്കൂറുകളിലൊക്കെയും നമുക്ക് കായികമേള നടക്കുന്ന വേദികളിലേക്ക് എത്താം. അവിടുത്തെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ പെൺകുട്ടികളുടെ 3000 മീറ്റർ മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഹരി, അങ്ങനെയാണോ? അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയോ? അതെ, ഫൈനൽ ലാപ്പിലേക്ക് കടക്കുകയാണ്. ഫൈനൽ ലാപ്പിലേക്കാണ്. 3000 വിഭാഗം ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഫൈനൽ ലാപ്പിലേക്ക് കടക്കുകയാണ്. വളരെ ആവേശകരമായിട്ട് രീതിയിലേക്ക് മത്സരം മാറിക്കൊണ്ടിരിക്കുകയാണ് സാഹചര്യം. എന്തായാലും ഫൈനൽ ലാപ്പിലേക്ക് കടക്കുകയാണ്. കൃത്യം ഏകദേശം 1 മിനിറ്റിനുള്ളിലേക്ക് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ ഒരു സാഹചര്യമാണ് കാണുന്നത്. വളരെ ആവേശകരമായ രീതിയിൽ പ്രതീക്ഷയോടെ ആരൊക്കെയാണ്